ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ റബ്ബറിൻ്റെ പുരയിടം ഉണ്ടല്ലോ വൃത്തിയാക്കാമെന്ന് വെച്ചു. ഇത് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ അണ്ണൻ്റെ പുരയിടമാണ്. ഇതിപ്പോൾ നിറച്ച് ഇവിടെ ഇങ്ങനെ വേസ്റ്റും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ പണിക്കാരൊക്കെ നിൽക്കുമ്പോൾ അവരെടുത്തിടുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, കവറുകൾ, കുപ്പികൾ അങ്ങനെ. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ നന്നായിട്ട് കാട് കയറി കിടക്കുക. അപ്പോൾ എന്തായാലും ഒരു എക്സർസൈസ് ആവുമല്ലോ, വൈകിട്ട് കുറേശ്ശെ ഇങ്ങനെ പുല്ലൊക്കെ വൃത്തിയാക്കുമ്പം നമുക്ക് ശരീരത്തിനൊരു എക്സർസൈസ് ആവും. അവിടെ നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരും. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ഇറങ്ങി നമ്മട്ടിയൊക്കെ എടുത്തു, തൊഴിലുറപ്പുകാരെ പോലെ ഞാൻ ഇറങ്ങി. ഇതിപ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡാണ് വീടിൻ്റെ കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴല്ലേ, ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഓണത്തിന് ഒരമ്മയെ വിളിച്ചിങ്ങനെ ഇവിടെ വട്ടം ഒന്ന് വൃത്തിയാക്കിയതേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാനും സമയം കിട്ടിയില്ല. അപ്പം ഇത് ഓരോ ദിവസം കുറച്ച് വൃത്തിയാക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പം നമുക്കൊരു സന്തോഷം കാണും. അപ്പോൾ ഞാൻ കുറേ പുല്ലിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ മേളിലത്തെ കുടുംബ വീട്ടിൽ പശുവുണ്ട്, 2 പശുവിന്, അത് കൊണ്ടിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളൊക്കെ വൃത്തിയാക്കാൻ ഞാൻ കയറി. കൂടെ തന്നെ എൻ്റെ ഹസ്ബൻഡും കയറിയിട്ടുണ്ടായിരുന്നു. മോളിങ്ങനെ എൻ്റെ കൂടത്തിൽ നിൽക്കുക, അവൾക്കിങ്ങനെ കണ്ടോളാൻ വയ്യ. മോളിൽ കുറച്ച് ഭാഗം ആ ഏരിയ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ അവളെ ഞാനിങ്ങനെ ഒരു വല്ലച്ചാതിന് അവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പം അവളിങ്ങനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഞാനിത് താഴോട്ട് കരിയിലെല്ലാം അങ്ങോട്ട് താഴോട്ട് തൂത്തിറക്കി. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി മുകളിലുണ്ട്. അപ്പോൾ അത് നാളെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് അതെല്ലാം നീക്കി കൂട്ടി, പിന്നെ അവിടെ വെച്ച് തീയിട്ടു. അപ്പം എല്ലാം ഒന്ന് നല്ല വൃത്തിയായപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നി. ഇനിയിപ്പോൾ നാളെ കുറച്ചുകൂടെ വൃത്തിയാക്കണം റബ്ബറിൻ്റെ അവിടെ. അങ്ങനെ ഓരോ ദിവസവും സമയം കിട്ടുമ്പോൾ കുറേശ്ശെ വൃത്തിയാക്കുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ കുളിച്ചൊരുങ്ങി, പിന്നെ ജിമ്മിൽ പോകാൻ തയ്യാറായി. മോളും കൂട്ടത്തിൽ തന്നെ വന്നു കേട്ടോ. അപ്പോൾ അവിടെ അവളിങ്ങനെ നടന്ന് ഓട്ടമാണ്. അവളെ ഇങ്ങനെ കളിപ്പിക്കാൻ ഇങ്ങനെ അവിടെ കുറേ പയ്യന്മാരുണ്ട്. പിന്നെ ഹസ്ബൻഡും അതിങ്ങനെ എടുത്തുകൊണ്ട് പോയി. കാലിന് വയ്യ ഹസ്ബൻഡിന്, എങ്കിൽ കൂടി ജിമ്മിൽ ഞാനിങ്ങനെ പൊക്കിക്കൊണ്ട് പോകും. പിന്നെ ഞാനും കുറേശ്ശെ എക്സർസൈസൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോസ് കുറച്ചൊക്കെ എടുക്കാമെന്ന് വെച്ചു. എൻ്റെ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവനിങ്ങനെ നല്ലപോലെ ഇരുത്തി ചെയ്തു. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ഇങ്ങനെ എടുത്തപ്പോൾ വീഡിയോസൊക്കെ എൻ്റെ കൂടെ എടുത്തപ്പോൾ ഈ പയ്യനുണ്ടല്ലോ, അവൻ രതീഷ് എന്നാണ് പേര്. ഭയങ്കര തമാശയാണ് അവിടെ ജിമ്മിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 1-2 എക്സർസൈസ് കൂടെ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇനി വീട്ടിൽ വന്നിട്ട് ഇനിയും തിരക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ റിസപ്ഷന് പോകണം. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ എക്സർസൈസൊക്കെ ചെയ്ത് തീർത്തു. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ഈവനിങ് ടൈമിലെ വിശേഷങ്ങൾ. ഇനിയുമുണ്ട് വിശേഷങ്ങൾ, ഇനി റിസപ്ഷൻ്റെയും കൂടി ഇടാനുണ്ട്. ബൈ. ഓക്കെ, താങ്ക് യു.